ജനങ്ങളോട് അടുത്തിടപഴകുന്ന മന്ത്രി, ലാളിത്യം മുഖമുദ്രയാക്കിയ നേതാവ്. മിനിസ്റ്റർ കെ രാജന് വിശേഷണങ്ങൾ പലതാണ്. മന്ത്രിയാണ് ഇത്തവണ ക്യുവേറ്റിൽ നമുക്കൊപ്പം. നമസ്കാരം. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് അത് മന്ത്രി എന്ന തലത്തിലല്ല, ഒരു നേതാവ് എന്ന രീതിയിൽ, ഒരു ഇടത് പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുക? റവന്യൂ വകുപ്പ് വളരെ സങ്കീർണമായിട്ടുള്ളൊരു വകുപ്പാണ് എന്ന് അപർണയ്ക്കും എനിക്കും ഒക്കെ അറിയാവുന്ന, നാട്ടിൽ ഇത് കാണുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു പ്രശ്നമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായി ചുമതല എടുത്തപ്പോൾ വില്ലേജ് ഓഫീസർമാർ വരെയുള്ള റവന്യൂവിലെ ജീവനക്കാരോടും റവന്യൂവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മറ്റനുഭവ സമ്പത്തുള്ളവരോടും MLA മാരടക്കമുള്ള ജനപ്രതിനിധികളോടും കൂടി ആലോചിച്ചുകൊണ്ട് കേരളത്തിലൊരു മിഷൻ ആൻഡ് വിഷൻ 2021-26 തയ്യാറാക്കാനുള്ളൊരു ആശയമാണ് യഥാർത്ഥത്തിൽ വന്നത്. 5 വർഷക്കാലവും ഗവൺമെൻറ് നടത്തേണ്ട പരിപാടികളെ സംബന്ധിച്ചിട്ട് റവന്യൂ വകുപ്പിൻ്റെ ഒരു മുഖമുദ്രാവാക്യവും തയ്യാറായി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. അതാണ് റവന്യൂ വകുപ്പിൻ്റെ മുഖമുദ്രാവാക്യം. അക്ഷരാർത്ഥത്തിൽ ആ മുദ്രാവാക്യത്തിനനുസരിച്ചാണ് കഴിഞ്ഞ 2.5 വർഷക്കാലം റവന്യൂ വകുപ്പ് പോയത്. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലം 1,23,000 പേരെ ഭൂമിയുടെ ഉടമകളാക്കുന്ന വിധത്തിൽ റവന്യൂ വകുപ്പിൻ്റെ സമീപ ഭൂതകാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പട്ടയ വിതരണ മേഖലയായി റവന്യൂ കുടുംബത്തെ ആകെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിൽ ഒന്നായി ഞങ്ങൾക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രധാനപ്പെട്ടതേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, കേരളം ഇതുവരെ കാണാത്തതുപോലെ ഒരു ഡിജിറ്റൽ റീസർവേയിലേക്ക് കേരളത്തെ ആകെ ചലിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. 2023 നവംബർ 1 ഞങ്ങളതിൽ എത്തിച്ചേർന്നു. കേരളത്തിലെ റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യാൻ ഞങ്ങൾ കരുതിയ ഒരു കാലമാണ്. കേരളത്തിലെ 1666 വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെയുള്ള റവന്യൂ വകുപ്പിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും ഇന്ന് ഈ സംവിധാനത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന ഡിജിറ്റലൈസേഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അപർണയോട് പറഞ്ഞത്, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ആ ഘട്ടത്തിലേക്ക് കടക്കാൻ റവന്യൂ വകുപ്പിനായി. അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് വലിയ പുരോഗതിയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞൊരു കാലമാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. ഡിജിറ്റൽ റീസർവേയുമായിട്ട് ബന്ധപ്പെട്ട് അത് 1 വർഷം കൊണ്ട് ഒരു 400 വില്ലേജ് എന്നുള്ളൊരു ഒരു അന്ന് എന്നൊക്കെ വിഭാവനം ചെയ്തിരുന്നു. പക്ഷേ അതൊരു 64 വില്ലേജുകളിലായിട്ട് നിൽക്കുകയാണ് 1 വർഷം കഴിഞ്ഞിട്ടും എന്നുള്ള ആ ഒരു പരിമിതി അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അങ്ങനെ പരിമിതി ഉണ്ടാവുകയല്ല. ആർട്ടിക്ക് റോവർ മെഷീനുകൾ നമ്മൾ അളക്കാൻ വേണ്ടി വരുമ്പോൾ കേരളത്തിൽ ETS എന്ന് പറയുന്ന ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവരുടെ കേന്ദ്രങ്ങളിൽ പോയി അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷൻ്റെ വിവിധ തലങ്ങളിലുള്ള കേന്ദ്രങ്ങൾ 27 സ്ഥലങ്ങളിൽ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് 1500 RTക്ക് മെഷീൻ മേടിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത്രയധികം മെഷീൻ ഇന്ത്യയിൽ ഒരിടത്തേക്കും ഒരുമിച്ച് നൽകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും 2022 നവംബർ 1 ഔപചാരികമായി ആരംഭിച്ചെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പിന്നെയും 6 മാസത്തെ കാലതാമസം വന്നു. 200 വില്ലേജുകളിൽ ഒരേ സമയം ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 64 എന്ന് പറഞ്ഞത് 9-2 പ്രസിദ്ധീകരിച്ച വില്ലേജുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു മാസക്കാലത്തിനുള്ളിൽ ആ 200 വില്ലേജുകളിലും 9-2 പ്രസിദ്ധീകരിച്ച് പരാതികൾ സ്വീകരിച്ച് റവന്യൂ വകുപ്പിന് കൈമാറാനാകും. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 1500 RTK റോവറും 200 RTS മെഷീനും 4700 താൽക്കാലിക ജീവനക്കാരും റെഡിയായി. ഇനി വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കും. ഇത് റെയിലിൽ കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മെഷീനറികൾ കിട്ടുന്നില്ല, ആളുകളെ പിന്നെ താൽക്കാലികക്കാരെ ആളുകളെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പലയിടത്തും ലഭ്യമല്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ബാലഘട്ടം തരണം ചെയ്ത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ റെയിലിൽ കയറി ഇനി 6 മാസത്തിനുള്ളിൽ 200 വില്ലേജ് എന്ന് നമ്മുടെ പ്രഖ്യാപനം നടത്താൻ വേണ്ടി കഴിയും എന്നാണ്. ഇതൊരു പുതിയ പദ്ധതിയിലേക്ക് വന്നതല്ലേ, ഒരാശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. വളരെ വലിയ പ്രയത്നമാണ് സർവേയുടെ ഡയറക്ടർ മുതൽ സർവേ ജീവനക്കാർ വരെ നടത്തിയിട്ടുള്ളത്. ഡിജിറ്റലൈസേഷൻ അത് വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ്, അതിനെ ചെറുതാക്കി കാണുന്നില്ല. എങ്കിൽ പോലും ഇപ്പോഴും ഡോക്യുമെൻറ്റുകൾക്കായി വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളും കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു ജനത്തിൻ്റെ ഒരു വിഷമതകളുണ്ട്. ഇതിനകത്തൊരു പരിപൂർണമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകും വരും സമയങ്ങളെങ്കിലും എന്നുകൂടിയാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ആളുകൾ കയറാത്ത വില്ലേജ് ഓഫീസാണ് ഞങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 24 സർട്ടിഫിക്കറ്റുകൾ റവന്യൂ വിതരണം ചെയ്യുന്നത് 3 എണ്ണം ഒഴിവായി ബാക്കി 20 എണ്ണവും ഓൺലൈനായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പുതിയ കാര്യം നടപ്പിലാക്കപ്പെടുമ്പോൾ അതിൻ്റെ ചെറിയ കാലതാമസം വരികയും ചെയ്യും. ഞങ്ങളുടെ യഥാർത്ഥത്തിൽ ലക്ഷ്യം
കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു റവന്യൂ കാർഡ് കൊടുക്കുന്ന വിധത്തിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അതായത് നമുക്ക് കിട്ടുന്ന റവന്യൂ കാർഡിൻ്റെ ചിപ്പ് ഉപയോഗിച്ചാൽ റവന്യൂവുമായി ബന്ധപ്പെട്ട് വളരെ അനിവാര്യമായിട്ടുള്ള എല്ലാ രേഖകളും ആ ചിപ്പിലുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു റവന്യൂ കാർഡുള്ള കേരളത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കാണാം എന്ന് പറയുമ്പോൾ പുറത്തിരുന്നു കൊണ്ട് ഭൂമിക്ക് നികുതി അടയ്ക്കാം. ഇപ്പോൾ പുറത്തിരുന്നു കൊണ്ട് ഭൂമിക്ക് നികുതി അടയ്ക്കാം, തണ്ടപ്പേര് പിടിക്കാം, പോക്കുവരവിന് അപേക്ഷ കൊടുക്കാം. ഇതെല്ലാം ഓൺലൈനായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ കയറാത്ത വില്ലേജ് ഓഫീസ് എന്ന ഞങ്ങളുടെ ആശയം ഏറെ താമസിയാതെ നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി കഠിനമായ പരിശ്രമം നടത്തുന്നത്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ മുന്നിൽ വന്ന് നിൽക്കാറുണ്ട്. അതിലായിട്ട് കടന്നു പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ മൂന്നാർ പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ? അല്ല, മൂന്നാർ പ്രശ്നത്തിലെ ശാശ്വത പരിഹാരം മൂന്നാറിൻ്റെ ഏത് പ്രശ്നമാണ് ഉന്നയിക്കുന്നത് എന്ന് എനിക്കറിയില്ല. മൂന്നാറിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം 2010 1801/2010 എന്ന പൊതു താൽപ്പര്യ ഹർജിയിലൂടെ പട്ടയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOC വേണം എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായമാണ്. അത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമായിരുന്നു. പ്രധാന കേന്ദ്രം മൂന്നാറാണെങ്കിലും മറ്റെല്ലായിടത്തേക്കും അത് വ്യാപിപ്പിച്ചു. ആദ്യം മൂന്നാറിലെ 8 വില്ലേജുകൾക്കായി അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ NOC നൽകണമെന്ന് മാത്രമല്ല 964 ചട്ടപ്രകാരം ഏതാവശ്യത്തിനാണോ ഭൂമി അനുവദിച്ചത് ആവശ്യത്ത് മാത്രമേ ഉപയോഗിക്കാനാകൂ എന്ന കർശനമായ നിലപാട് കോടതി എടുക്കുകയും അത് നടപ്പിലാക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. ആ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾ പരിഹരിച്ചു. 960 ഭൂപതിവ് നിയമത്തിൽ നേരത്തെ അതിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങളിൽ എന്താവശ്യത്തിനാണോ ഭൂമി അനുവദിക്കുന്നത് ആ കാര്യത്തിന് മാത്രമായിരുന്നു. ഉദാഹരണത്തിന് 64 പട്ടയമാണെങ്കിൽ കൃഷി, വീട്, അനുബന്ധ ആവശ്യങ്ങൾ അതുമാത്രമേ അതിന് സാധ്യമാകുള്ളൂ. ബെനിഫിഷ്യറി എൻജോയ്മെൻറ്റ് എന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 93 പട്ടയമാണെങ്കിൽ വീട്, ചെറിയ കട, കൃഷി. അപ്പോൾ ഈ പട്ടയപ്രകാരം 64 ചട്ടപ്രകാരം കിട്ടിയൊരു ഭൂമിയിൽ മൂന്നാറിലിപ്പോൾ പഞ്ചായത്ത് ഓഫീസ് കെട്ടാൻ പറ്റില്ല, മൂന്നാറിൽ ആശുപത്രി കെട്ടാൻ പറ്റില്ല. എന്തിനേറെ പറയുന്നു, ജലജീവൻ മിഷൻ്റെ ഒരു ടാങ്ക് ഇരിക്കാൻ പോലും കോടതിയുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ചട്ടങ്ങളിൽ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ കേരളത്തിലൊരു വലിയ പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഞങ്ങളെല്ലാവരും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ ഗവൺമെൻറ് ഉള്ളപ്പോൾ ആ നിയമത്തിൽ ഭേദഗതി വരുത്തി ഏതാവശ്യത്തിനാണോ ലഭ്യമായത് അതിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കോടതി വിധി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുവരെ അനുവദിക്കപ്പെട്ട പട്ടയങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോൺട്രവെൻഷൻസ് റെഗുലറൈസ് ചെയ്യാനും പട്ടയം ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഭൂമിയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കാനും പ്രത്യേക ചട്ടമുണ്ടാക്കാനും സർക്കാരിനെ ചുമതലപ്പെടുത്തി. സർക്കാർ നിർദ്ദേശപ്രകാരം ചുമതലപ്പെടുത്തിക്കൊണ്ട് ഏകകണ്ഠമായി കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കി. ഗവർണർ ഒപ്പിട്ടിട്ടില്ല, മറ്റൊരു പ്രശ്നം. പക്ഷേ അത് പാസ്സാക്കിയതോടുകൂടി മൂന്നാറിൻ്റെ ഒന്നാമത്തെ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം മൂന്നാറിലെ കയ്യേറ്റങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചത്. മൂന്നാറിലെ കയ്യേറ്റ പ്രശ്നം അവസാനിക്കുക കയ്യേറ്റങ്ങൾ ഇല്ലാതാകുമ്പോഴാണ്. KLC ആക്ട് പ്രകാരം ഇപ്പോൾ എടുത്തിട്ടുള്ള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഇപ്പോൾ എടുത്തിട്ടുള്ള കയ്യേറ്റങ്ങൾ അതൊഴിപ്പിക്കാൻ കോടതിയുടെ തന്നെ കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും ഒരുപോലെ കാണാനാകില്ല. കുടിയേറ്റം മറ്റ് നിവൃത്തികളില്ലാതെ ഭൂമികളിലേക്ക് വ്യവഹരിക്കപ്പെട്ട മനുഷ്യരുടെ ഒരു സംവിധാനമാണ്. അതിനെ കയ്യേറ്റമായി കാണാനാകില്ല. പക്ഷേ ഏക്കർ കണക്കിന് ഭൂമി ബോധപൂർവം കയ്യേറി വെച്ചവരെ കുടിയേറ്റക്കാരായും കാണാൻ കഴിയില്ല. അതുകൊണ്ട് കയ്യേറ്റങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ തന്നെ അടിസ്ഥാനപരമായ ഒരു ഭൂമിയിൽ മറ്റെവിടെയും ഭൂമിയില്ലാതെ കുടിൽ കെട്ടി താമസിക്കുന്നവനെ സംരക്ഷിക്കാനുള്ള നടപടി എടുത്തുകൊണ്ട് തന്നെയായിരിക്കും കയ്യേറ്റ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപടിയെടുക്കുക. അത് ശക്തമായി മുന്നോട്ട് പോകും. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് പോലും അത്തരം വിഷയങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾ അവിടെ ചെല്ലുമ്പോഴെല്ലാം ചെറുകിടക്കാരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വൻകിടക്കാരുകൾ വമ്പൻ സ്രാവുകൾ മാറി നിൽക്കുകയാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഇവർ വന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പരാതി മാറുന്നില്ലല്ലോ. അല്ല, കേരള ലാൻഡ് കൺസർവേഷൻ ആക്ട് പ്രകാരം മൂന്നാറിൽ പിടിച്ചെടുത്ത ആദ്യത്തെ എസ്റ്റേറ്റ് 242 ഏക്കറുള്ള എസ്റ്റേറ്റാണ്. അതെവിടെയാണ് ചെറുകിടക്കാർ? പിന്നെ നമ്മളെടുത്തത് 8.5 ഏക്കർ വരുന്ന ഒരു ഭൂമിയാണ്. ഞാനൊരു പറഞ്ഞല്ലോ, നേരത്തെ ഇങ്ങനെ ഭൂമി അനധികൃതമായി ഭൂമി പിടിച്ചെടുക്കുമ്പോഴും ആ ഭൂമിയിൽ മറ്റെവിടെയും വീടില്ലാത്തതിനാൽ ഭൂമിയില്ലാത്തതിനാൽ ഒരു ചെറിയ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന കുടിയേറ്റക്കാരനായ മനുഷ്യനുണ്ടെങ്കിൽ ആ കുടിയേറ്റക്കാരനെയും കൂട്ടിയായിരിക്കും ഭൂമി ഏറ്റെടുക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഭൂമിയിൽ നിലവിൽ ആളുകൾ താമസിക്കുന്നുണ്ട്.
അവർക്ക് അവിടെ താമസിക്കാനുള്ള അധികാരം പട്ടയത്തിലൂടെ കിട്ടാൻ അവർക്ക് അർഹതയുണ്ടെങ്കിൽ അവരെ കൂടി കൂട്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുക്കുക. അതുകൊണ്ട് ചെറുകിടക്കാരെ ഇറക്കി വിടുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് പ്രയാസമുണ്ടാകുന്നത് വൻകിടക്കാരെ ഈ ഗവൺമെൻറ് നോക്കി വച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ചെറുകിട ഭൂമിയുള്ളവരെ, ജീവിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലാത്തവരെ, ഇതല്ലാതെ കയറി കടക്കാനോ കുഴിച്ചിടാനോ ഒരു മണ്ണില്ലാത്തവരെ അവരെ ഇളക്കി വിടുക എന്ന ബോധപൂർവമായ ചില പരിശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് വില പോകില്ല. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യനെയും അർഹതപ്പെട്ടവനാണെങ്കിൽ അവനെ ഇറക്കി വിടാനോ അവനെ ഓടിപ്പിക്കാനോ ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമേ. ഈ പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ ചെറുകിടക്കാർ മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭൂമി ഒഴിപ്പിക്കൽ വിഷയം മൂന്നാറിൽ വരുമ്പോൾ, ഇടുക്കിയിൽ വരുമ്പോൾ, ഇടുക്കിയിലെ CPM നേതാക്കൾ നടത്തുന്ന പ്രസ്താവന അത് റവന്യൂ വകുപ്പിന് തലവേദനയാവുന്നില്ലേ? റവന്യൂ വകുപ്പിനൊന്നും തലവേദനയില്ല. പാർട്ടികൾക്ക് അവരവരുടെ അഭിപ്രായം പറയാം. ഗവൺമെൻറ് നീതിയുടെ പക്ഷത്ത് നിന്നാണ് നിലപാടെടുക്കുക. നിയമങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെ ഭരിക്കുന്നതും പ്രകടന പത്രികയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ പിൻബലവും. നിയമപരമായി നടത്താൻ ബന്ധപ്പെട്ട നിയമങ്ങളും രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയും ഈ രണ്ടിൻ്റെയും ബലമുള്ളിടത്തോളം കാലം വേറെ ഒരു പ്രയാസവും അങ്ങനെ ഉണ്ടാകുന്നില്ല. പിന്നെ ഏത് പാർട്ടിയുടെ ആണെങ്കിലും നേതാക്കൾ നടത്തുന്ന പ്രസ്താവന അവരുടെ പാർട്ടിയുടെ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 മുന്നണികളുള്ള വിവിധ 10 ഘടകകക്ഷികളുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗമാണ്. അവരെല്ലാം പറയുന്നത്, ഇപ്പോൾ ഭരണപക്ഷ മുന്നണിക്കാർ മാത്രമല്ല പ്രതിപക്ഷത്തുള്ളവരും പറഞ്ഞത് വളരെ സഹിഷ്ണുതയോടുകൂടി കേൾക്കും. ജനാധിപത്യം വിയോജിപ്പിൻ്റെ കൂടി കലയാണ്. ജനാധിപത്യത്തിന് വിയോജിപ്പ് കൂടിയാണ് ജനാധിപത്യം. അപ്പം അതുകൊണ്ട് ആ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കാൻ നിർബന്ധിതരാകും. ഞങ്ങളത് കേൾക്കും. പക്ഷേ എടുക്കുക നിയമപരമായ നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുമായി. വളരെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ആ സമയത്ത് വരാറുള്ളത്. ജനം, ഇത് കേൾക്കുന്ന ജനം അതിന് കൈയടിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വേവുമാണ് അത്. ഒരു മുന്നണിയാണെന്ന് പറയുമ്പോഴും ചില സമയങ്ങളിൽ അത് ഡീൽ ചെയ്ത് പോകണമല്ലോ എന്ന് തോന്നാറില്ലേ? CPMന് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPMന് അടിസ്ഥാനപരമായി കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ചെടുക്കുന്നതിൽ ഒരു തർക്കവുമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്. അവർ തന്നെ ആ കാര്യം നേരിട്ട് പ്രഖ്യാപിച്ചതാണ്. ചെറുകിടക്കാരെ ഇതിൻ്റെ മറവിൽ ഉദ്യോഗസ്ഥന്മാർ ഓടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉന്നയിക്കപ്പെട്ട പരാതി. അത് കൃത്യതയോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തന്നെ വിളിച്ചു ചേർത്ത് ചെറുകിടക്കാരെ ആക്രമിക്കുന്നതല്ല സർക്കാരിൻ്റെ നയം എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായതായി കാണുന്നില്ല. ഭൂപതിവ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു റിഫ്റ്റ് അത് തുടർന്നു പോകുന്നത്, എത്ര കാലം തുടർന്നു പോകുന്നത് ഭൂഷണമായി വരും ഒരു മുന്നണി സർക്കാർ സംവിധാനത്തിൽ? ഗവർണറും സർക്കാരും തമ്മിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്കിഷ്ടം പോലെ പെരുമാറാൻ ഇതൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബല്ലല്ലോ. ഇത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമല്ലേ. ഭരണകൂടത്തെ ഭരണഘടന ചുമതലപ്പെടുത്തുന്ന നിരവധി ചുമതലകളുണ്ട്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി ഗവർണറോട് നടത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കണം? 167 അനുച്ഛേദം 167ൻ്റെ എയും ബിയും സിയും പറയുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നം കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ 2023 നമ്മളെടുത്ത ഒരു തീരുമാനം ഗവർണർ അറിയിച്ചു. ഗവർണറുടെ അറിയിപ്പിന് ശേഷം മറ്റ് അഭിപ്രായങ്ങളൊന്നും വരാത്ത സാഹചര്യത്തിൽ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടു. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാൻ നിയമസഭ ഒരു ചർച്ച നടത്തി. പിന്നെ സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്തു. സബ്ജക്റ്റ് കമ്മിറ്റി കൊണ്ടുവന്ന നിർദ്ദേശം സഭ വീണ്ടും ചർച്ച ചെയ്തു. 1, 2, 3 വായനകൾ നടത്തി. ഓരോ ക്ലോസും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഓരോ വാക്കും വാചകവും ഘടനയും നിയമസഭ പരിശോധിച്ചു. ഈ ബില്ലിൻ്റെ 3ാം വായനയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് ആ ബില്ലിനെ പൂർണ്ണമായും ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്നു എന്നും, എന്നാൽ ഈ ബില്ലിൻ്റെ ചട്ടം വരുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വളരെ ക്രിയേറ്റീവായി അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്തു. ഭരണപക്ഷ പ്രതിപക്ഷമില്ലാതെ നിയമസഭ കൂട്ടായി ഒരു ബില്ലിനെ പാസ്സാക്കുമ്പോൾ അത് പിന്നെ നിയമസഭയുടെ പ്രോപ്പർട്ടിയാണ്. ഗവൺമെൻറ്റിന് പിന്നെ അതിനകത്ത് ഏതെങ്കിലും വിധത്തിൽ അവകാശപ്പെടാനില്ല. സഭയുടെ മുമ്പാകെ ബില്ല് പ്രപ്പോസ് ചെയ്യും വരെ സർക്കാരിൻ്റെ ബില്ലാണ്. സഭയത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ സഭയുടെ പ്രോപ്പർട്ടിയാണ്. അതിലും ഭരണഘടന പറയുന്നുണ്ട്, അനുച്ഛേദം 200 പ്രകാരം അങ്ങനെ പാസ്സാക്കിയൊരു ബില്ല് ഭൂരിപക്ഷം കൊണ്ടാണെങ്കിലും ഏകകണ്ഠമായിട്ടാണെങ്കിലും അങ്ങനെ പാസ്സാക്കിയൊരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം,
ആ ബില്ല് ഒപ്പിടാം, ആ ബില്ല് കുറച്ച് കാലത്തേക്ക് എടുത്തു വയ്ക്കാം, ആ ബില്ല് സർക്കാരിന് തിരിച്ചയക്കാം. കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ചെറിയ സമയം. തെലങ്കാന വേഴ്സസ് ഗവർണർ കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ. ഭരണഘടനയിലും ഉണ്ട്, എങ്കിലും ഇൻറ്റർപ്രറ്റ് ചെയ്തു സുപ്രീം കോടതി. പിന്നെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. നിയമസഭയിലേക്ക് തിരിച്ചയച്ചാൽ 200-ൻ്റെ പ്രൊവിസോ പറയുന്നത് എന്താ? 200-ൻ്റെ പ്രൊവിസോ പ്രകാരം അങ്ങനെ തിരിച്ചയച്ചാൽ അദ്ദേഹത്തിൻ്റെ, അതായത് ഗവർണറുടെ അഭിപ്രായം വേണമെങ്കിൽ എടുക്കുകയോ ഇല്ലെങ്കിൽ എടുക്കാതെ തന്നെ ഉത്തമ വിശ്വാസത്തോടെ തിരിച്ചയക്കുകയോ ചെയ്താൽ പിന്നെ വിശദീകരണമില്ല, ഗവർണർ ഒപ്പിട്ടേക്കണം. അത് മാൻഡേറ്ററിയാണ്. ഇവിടെ ഗവർണർ ഏതെങ്കിലും വിധത്തിലുള്ള ചോദ്യം നിയമസഭ പാസാക്കിയൊരു ബില്ലിൽ ചോദിക്കാൻ ഒരവകാശവും കോടതി പിന്നെ ഭരണഘടന അനുസരിച്ച് ഗവർണർക്കില്ല. പിന്നെ ഗവർണർക്ക് ചോദിക്കാം. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലഭ്യമായ കത്തുകളുടെ അടിസ്ഥാനത്തിൽ, അദ്ദേഹം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് ചോദിക്കാം. ബാധ്യതകളില്ലെങ്കിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ. ഇല്ല, സർക്കാരിന്റെ വാദമൊന്നും തള്ളുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഒപ്പിടാത്തത് മാത്രമല്ലാത്ത വിഷയമുണ്ട്. തുറന്ന പോരിലേക്ക് ഗവർണർ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇടുക്കിയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഗവർണർ വീണ്ടും പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുക. അങ്ങനെ അത് എത്ര കാലത്തേക്ക് അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിൽ അത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. കേരളത്തിലെ ഗവൺമെൻറ് ഗവർണർ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ബഹുമാനക്കുറവുണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അവകാശത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനാണ് ഗവർണർ. തങ്ങളുടെ നാട്ടിലെ എക്സിക്യൂട്ടീവിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന നാട്ടിലെ ക്രമസമാധാന നില തകർന്നു എന്ന് പരിശോധിക്കാൻ കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ പോയിട്ട് എന്തുണ്ടായേ? കണ്ടവരൊക്കെ ഹലുവ കൊടുത്തു. ഹലുവ മുഴുവൻ പിന്തുണയാണെന്ന് കരുതരുത്. അത് മിഠായി തെരുവിൽ വരുന്ന എല്ലാവരോടും ആതിഥേയ മര്യാദ അനുസരിച്ച് ജനങ്ങൾ കൊടുക്കും. എവിടെയാണ്, ഏത് ഘട്ടത്തിലാണ് ഗവർണർക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയാണ്. EDയും CBIയും വട്ടമിട്ട് പറന്നു കേരളത്തിൽ. കേരളത്തിലെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ മുഴുവൻ ആറാട്ട് നടത്തി. കേരളത്തിന് കിട്ടേണ്ട 1,07,653 കോടി രൂപ 7.5 വർഷക്കാലത്തിനിടയിൽ തടഞ്ഞു വെച്ചു. കേരളത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന അരിയുടേതുൾപ്പെടെയുള്ള സകല ഗ്രാൻറ്റുകളും തടഞ്ഞു വെച്ചു, കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ടും തളരാത്ത കേരളത്തെ ഗവർണറെ വിട്ടും ഒരു പരിശ്രമം നടത്തി ഭരണകൂടത്തെ ആക്രമിക്കുക, ഭരണനിർവഹണത്തെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കപ്പെടുന്ന സ്ഥലമാകില്ല കേരളം എന്നുള്ളത് കേരളത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് CPIക്ക് മന്ത്രിസഭയിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു ശബ്ദമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഒരുപക്ഷെ CPI മന്ത്രിമാർ കുറച്ചുകൂടെ ഇപ്പോൾ യോജിച്ച് നിന്നുകൊണ്ട് തന്നെ വിയോജിപ്പിൻ്റെ ശബ്ദം ഉയർത്താൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ ശരിക്കും അതിന് കഴിയുന്നുണ്ടോ? അല്ല, വിയോജിപ്പ് എങ്ങനെയാണ് ഉണ്ടാവുക? അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയങ്ങളിലാണ് വിയോജിപ്പ് ഉണ്ടാവുക. നേരത്തെ മന്ത്രിമാർ എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിയോജിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിയോജിച്ചാൽ മന്ത്രിമാർ വിയോജിക്കും. മന്ത്രിമാർ പാർട്ടിയുടെ ഭാഗമാണ്. എന്തിനായിരുന്നു വിയോജിപ്പ്? മാവോയിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലുണ്ടായ വെടിവെപ്പിനെ CPI എതിർത്തു. സ്വാഭാവികമായിട്ടും മന്ത്രിമാരും ആ അഭിപ്രായം ക്യാബിനറ്റിൽ രേഖപ്പെടുത്തും. തോമസ് തോമസിൻ്റെ വിഷയവുമായി തോമസ് ചാണ്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു, പാർട്ടിയുടെ നിലപാട്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൽ മന്ത്രിമാരത് പ്രതിഫലിപ്പിക്കും. ഞങ്ങൾ ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്നവരാണെങ്കിലും ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് ആ പാർട്ടിക്കുള്ള അഭിപ്രായം ക്യാബിനറ്റിൽ പറയും. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെടും പോലെ വിയോജിക്കുന്നില്ല. വിയോജിപ്പുകളില്ലാത്തതുകൊണ്ടാണ്, കൂടുതൽ അടുത്ത് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വളരെ നിർണായകമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത് ഒന്നായ പോലെ നിൽക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ടാണ് വിയോജിപ്പിൻ്റെ ശബ്ദമില്ലാത്തത്. മന്ത്രിമാരൊന്നും ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോശക്കാരായിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും നിലപാടുകൾ എടുക്കുകയും നടത്തുകയും ചെയ്യുന്ന മന്ത്രിമാരാണ് ഉള്ളത്. നേരത്തെയുള്ള മന്ത്രിമാർ സ്വാഭാവികമായിട്ടും ഞങ്ങളെക്കാൾ മിടുക്കന്മാരാണ്, അവരുടെ പിന്നാലെ വരുന്നവരാണ് ഞങ്ങൾ. ആ വിധത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊഴിച്ചാൽ നിലപാടിൽ ഒരു കോംപ്രമൈസുമില്ല. ഒന്നിനോടും സമരസപ്പെടേണ്ട പ്രശ്നമില്ല. ആരുടെ മുമ്പിലും പതറുന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണോ ആ നയം ഞങ്ങൾ പ്രഖ്യാപിക്കും. പാർട്ടി വിയോജിപ്പ് നടത്തി ഏതിലാണ് ഞങ്ങൾ വിയോജിക്കാതിരുന്നിട്ടുള്ളത്? വിയോജിക്കേണ്ടി വരുന്നില്ല, അത്രയും നല്ലത് എന്ന് കരുതുന്നു ഞങ്ങൾ. മുഖ്യമന്ത്രിയും മരുമകനും അടങ്ങുന്ന മന്ത്രിസഭയിൽ മറ്റ് ശബ്ദങ്ങൾക്ക് സ്പേസ് കിട്ടുന്നില്ല എന്ന് പ്രതിപക്ഷം പലപ്പോഴായിട്ട് പറയുന്ന വിഷയമാണ്. അങ്ങനെ ഒരു അപ്രമാദിത്യം അവിടെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ ആളുകളുണ്ട്.
നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ ജനങ്ങൾ വിജയിപ്പിച്ച 99ൻ്റെ ബാക്കി 41 പേരുമുണ്ട്. ക്യാബിനറ്റിൽ പ്രതിപക്ഷം എവിടെയാണ്? പ്രതിപക്ഷത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടുന്നത്? പിന്നെ എത്ര കാലമായി ഇങ്ങനെയൊരു വളരെ മോശപ്പെട്ട ചില പ്രയോഗങ്ങൾ നാട്ടിലുണ്ടാവുകയാണ്? മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് മരുമകൻ എന്ന വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രയോഗിച്ചതെന്ന് എനിക്കറിയാം. മുഹമ്മദ് റിയാസ് മരുമനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-ൻ്റെ നേതാവുകയോ മന്ത്രിയാവുകയോ ചെയ്തയാളല്ല. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു മുഹമ്മദ് റിയാസ്. ഇന്ത്യയിൽ മുഴുവൻ നടന്ന വിദ്യാർത്ഥി യുവജന സമരങ്ങളിൽ പങ്കാളിയായിട്ടുള്ളൊരു പാരമ്പര്യമുള്ളയാളാണ് അദ്ദേഹം, ചെറുപ്പക്കാരനാണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ വില കുറച്ച് ബന്ധങ്ങളെ ഏതെങ്കിലും വിധത്തിൽ, അതൊക്കെ വിഷയദാരിദ്ര്യത്തിലുണ്ടാവുന്നതാണ്. ഏതെങ്കിലും വിഷയം ഗവൺമെൻറ്റിനെതിരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇത്തരം ചില ക്ലീഷകളും ചില അപസർപ്പക കഥകളും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ചേശ്വരത്ത് ന്യൂസ് 8ൻ്റെ പ്രതിനിധിയായിട്ടുണ്ടായത് അരുണാണ്. നീന്തൽക്കുളം ഉണ്ടാകുന്നു എന്ന് പ്രഖ്യാപിച്ച ബസ്സിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ക്ഷണിച്ച് കയറ്റിയില്ലേ? ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റുന്നതാണോ ബസ്സിനുള്ളിൽ നീന്തൽക്കുളം? ഒരു നീന്തൽക്കുളവും കണ്ടില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായ ക്യാബിൻ, ഒരു ക്യാബിനും കണ്ടില്ലല്ലോ. ആകാശത്ത് നിന്ന് ഹെലികോപ്റ്റർ വന്നിറങ്ങാൻ പറ്റുന്ന ഹെലിപ്പാഡ്, എന്തെല്ലാം അവസർപ്പ കഥകളായിരുന്നു. അപർണ നേരത്തെ ഉണ്ടാവില്ല. ഞാൻ മഞ്ചേശ്വരത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ മഞ്ചേശ്വരം എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ദേശീയപാത അവസാനിക്കുന്ന അഥവാ ദേശീയപാത പൂർണ്ണമായ സ്ഥലത്ത് നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. അതിനൊരു കാരണമുണ്ട്. ഇപ്പം നിതിൻ ഗഡ്കരി തന്നെ വന്ന് പറഞ്ഞല്ലോ, ഇന്ത്യയിൽ 25% ഭൂമി ഏറ്റെടുക്കാൻ പണം കൊടുക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതായത് നേരത്തെ ദേശീയപാതയ്ക്ക് ഭൂമി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണത്തിൽ മേടിച്ചു കൊടുക്കൽ മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല എങ്കിൽ, വേഗത്തിൽ ഭൂമി എടുക്കൽ മാത്രമല്ല അതിൻ്റെ 25% പണം കൊടുക്കാനും ഒരു പ്രത്യേക ഘട്ടത്തിൽ തീരുമാനിച്ചു. അപ്പോൾ കുറച്ചുകൂടി ദേശീയപാത 25-ൽ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അവിടെ ഞങ്ങളൊന്ന് ഇറങ്ങി. സാധാരണ നിലയിൽ കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിച്ച് ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി ദേശീയപാതയുടെ വികസനം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ചില മാധ്യമങ്ങൾ എഴുതി കാണിച്ചു ബസ് തകരാറിലായി, പിന്നെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ വീണുപോയി എന്നെഴുതി. എല്ലാവരും ചുറ്റും കൂടി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ദേശീയപാതയിൽ നടക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണെന്ന്. വണ്ടിക്ക് എന്ത് പറ്റി? വണ്ടിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഇത്തരം അപസർപ്പക കഥകളൊക്കെ എത്ര കാലം കൊണ്ടുപോകും? നമ്മുടെ വിഷയം വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും സർക്കാർ എങ്ങനെ നിൽക്കുന്നു എന്നാണ്. അതിലാണ് സർക്കാരിന് മാർക്കിടേണ്ടത്. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രിയുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധം എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുമായി സ്വാഭാവികമായിട്ടും ഈ മന്ത്രിസഭയിലെ CPIയുടെ നേതാവ് എന്ന നിലയിൽ തുടർച്ചയായി ആശയവിനിമയം നടത്തേണ്ടി വരും. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് കക്ഷികളുടെ മന്ത്രിസഭയിലെ ലീഡേഴ്സ് എന്ന നിലയിൽ സംസാരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി നല്ല ഒരു റോൾ മോഡലാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കുമൊക്കെ നല്ല റോൾ മോഡലാണ്. മുഖ്യമന്ത്രിയുടെ ഒരു വശത്തെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും പ്രചരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന, നല്ലതുപോലെ തമാശ കേൾക്കാൻ പറ്റുന്ന, തമാശ പറയാൻ പറ്റുന്ന, ഹാസ്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന, വിവിധങ്ങളായ കാര്യങ്ങളിൽ ഏറ്റവും ഹൃദയബന്ധം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഞാനൊക്കെ നിയമസഭയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷമാകട്ടെ ഒരു MLA വരാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കും അദ്ദേഹം. ഏതെങ്കിലും തരത്തിലുള്ള അസുഖമൊക്കെ ആയിട്ടാണെങ്കിൽ അപ്പോൾ അദ്ദേഹം വിളിച്ചു ചോദിക്കും. അങ്ങനെ സഭാംഗങ്ങളോടൊക്കെ വളരെ ക്ലോസായി ഇടപെടാൻ പറ്റുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. നല്ല അഭിപ്രായവും വളരെ അഭിമാനകരമായിട്ടുള്ള അനുഭവമാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ? ഒരു LDF അങ്ങനെ ഒരു ചർച്ചകളിലൊക്കെ മറ്റോ കടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം. അത് ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കേണ്ടത് കൂടുതൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജനങ്ങളുമായി കൂടുതലടുത്ത് ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് അതായിരുന്നു. നവകേരള സദസ്സിനെ പലരും തെറ്റിദ്ധരിച്ചു. നേരത്തെ ഉമ്മൻചാണ്ടി നടത്തിയതുപോലെ ഒരു ദിവസം മുഴുവൻ ചെന്നിരുന്ന് പിന്നെ ആംബുലൻസ് കൊണ്ടുവരുന്നവനെ നേരിട്ടെടുത്ത് പോയി കണ്ട് അപേക്ഷയിൽ മാർക്കിട്ട് കൊടുക്കുന്ന ഒരു പരാതി പരിഹാര അദാലത്തെ ആയിരുന്നില്ല. അത് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി കേരളത്തിലെ ഗവൺമെൻറ്റിന് അവകാശപ്പെട്ട എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 3.5 കോടി മലയാളിക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ എല്ലാ വിധത്തിലും കേരളത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നൊരു ഘട്ടത്തിൽ
കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ യജമാനന്മാരായ ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് ആ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നവകേരളത്തിലേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഇപ്പോൾ 64 വരെ കേരളം നടത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ സമരമാണ് സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ സമരം. കേരളം ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങളിനി നിങ്ങൾക്ക് വിദേശ നാണയം നേടിത്തരുന്ന നാണ്യവിളകളുടെ ഉൽപ്പാദനം നിർത്തുകയാണ്, ഞങ്ങൾ നെൽവയലുകളിലേക്ക് പോകുകയാണ്, ഞങ്ങളുടെ കുട്ടികൾ പട്ടിണി കിടക്കാൻ പാടില്ല. ആ ഘട്ടത്തിലാണ് 64-ൽ കേരളം നാണ്യവിളകൾ ഉണ്ടാക്കുക, നിങ്ങളുടെ കുട്ടികൾ പട്ടിണി കിടക്കില്ല, അതിനാവശ്യമായ അരി ഞങ്ങൾ തരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം കേരളത്തിൽ ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി. അത് ഏതെങ്കിലും ഒരു ഭരണകക്ഷിയോ പ്രതിപക്ഷമോ നടത്തിയ സമരമല്ല. കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള മനുഷ്യരെയും കൂട്ടി കൊടികളുടെയും മുദ്രാവാക്യത്തിൻ്റെയും സങ്കുചിത താല്പര്യങ്ങളില്ലാത്ത വിധം കേരളം നടത്തിയൊരു സമരമാണ്. ഞങ്ങൾ അഭ്യർത്ഥിച്ചത് കേരളത്തെ പട്ടിണി കിടക്കാതിരിക്കാനും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ തുടരാനും നമുക്ക് അവകാശപ്പെട്ടത്, ഭരണഘടനാപരമായി നമുക്ക് അവകാശപ്പെട്ടത് കിട്ടണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കാൻ എല്ലാവരെയും കൂട്ടുക. അങ്ങനെ കൂടുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോകുമ്പോൾ ജനങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ള നിരവധി പരാതികളുണ്ടാകും. ആ പരാതികൾ മന്ത്രിമാർ മേടിച്ചു എന്ന നിലവാരത്തിൽ തന്നെ ബന്ധപ്പെട്ട കൗണ്ടറുകളിലൂടെ കളക്ട് ചെയ്യുക. ഓരോ ജില്ലയിലും ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ വെച്ചിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് എന്ന് പ്രതിപക്ഷം പറയുന്നിടത്ത് ഒരു യാത്രയ്ക്ക് നവകേരള സദസ്സിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ ഏറ്റിട്ടില്ലേ? പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ അഭിപ്രായ പ്രകടനമാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി നോക്കൂ, കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള പ്രളയം ഉണ്ടായി. ആ പ്രളയം കാണാനും കണ്ണീരൊപ്പാനുമുള്ള മുഖ്യമന്ത്രിയുടെയും റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ആദ്യത്തെ ഹെലികോപ്റ്റർ യാത്രയിൽ മുഖ്യമന്ത്രിയുടെ അടുത്തിരുന്നിരുന്നാരായിരുന്നു? അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു. അങ്ങനെ ഒരുമിച്ചാണ് യാത്ര ആരംഭിച്ചത്. കാരണം പ്രതിപക്ഷത്തെ കൂടി മുഖവിലക്കെടുത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമരം. അതിലെന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? കേരളത്തിന് 300 കോടി രൂപ വിദേശ രാജ്യങ്ങൾ, അതായത് അറബ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു, കേരളത്തിന് കിട്ടിയില്ല, കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു. ഒരഭിപ്രായം പ്രതിപക്ഷത്തിന് ഉണ്ടായില്ല. കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി അവിടുത്തെ മലയാളികളുടെ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള 17 മന്ത്രിമാരുടെ യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്ത് വിസയടിച്ച് കാത്തു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒഴികെ 16 പേരുടെയും യാത്രാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തിന് അഭിപ്രായം ഉണ്ടായില്ല. കേരളത്തിലെ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നു? മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തിൽ ആരുടെയെങ്കിലും സഹായം കിട്ടാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ. എന്തായിരുന്നു എതിർപ്പിൻ്റെ കാരണം? കേരളത്തിൽ ലോക കേരള സഭ നടന്നു. ഇന്ത്യയിലൊരു സംസ്ഥാനം നടത്തിയ ആദ്യത്തെ പ്രവർത്തനമാണ്. വിദേശത്ത് പോകുന്ന മലയാളികൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ലോക കേരള സഭ എന്നൊരു പ്ലാറ്റ്ഫോം, അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിൻ്റെ കോ ചെയർമാൻ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. അതിന് ബഹിഷ്കരിച്ചത് എന്തിനാണ് പ്രതിപക്ഷം? എന്തു മറുപടിയാണ് അതിനുണ്ടായിരുന്നത്? കഴിഞ്ഞ നവംബർ 1 മുതൽ 7 വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ കേരളീയം എന്ന പദ്ധതി, 4800 കലാകാരന്മാർ പങ്കെടുത്ത, കേരളത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ വന്ന, വേണമെങ്കിൽ ഒരു ഷാർജ ഫെസ്റ്റൊക്കെ പോലെ നാളെ വരാൻ കഴിയുന്ന, ആഭ്യന്തരമായി കേരളത്തിന് ഒരുപാട് വരുമാനം വിനോദസഞ്ചാരത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേരളീയം. എന്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? ബഹിഷ്കരണമാണ് പ്രഖ്യാപിച്ചതെങ്കിൽ മഞ്ചേശ്വരത്ത് ആദ്യ കേന്ദ്രത്തിൽ പ്രതിഷേധിക്കാം, കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ നടന്ന യാത്രയിൽ പ്രതിഷേധിക്കാം, കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്ത് പ്രതിഷേധിക്കാം. ഈ കല്യാശ്ശേരിക്ക് എന്താണ് പ്രത്യേകത? ഇവർ തന്നെ പറയുന്നു, കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധങ്ങളെ ജനാധിപത്യപരമായി മുഖവിലക്കെടുക്കണം എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. പക്ഷേ ആ പ്രതിഷേധങ്ങൾ അതിര് കടക്കുമ്പോൾ പോലീസ് നടത്തുന്ന ചില ഇടപെടലുകളുണ്ടാകും. മറ്റാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. അത് ജാതിയുടെ മേന്മ കെടുത്തി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോഴാണ് അതിനെ തുടർന്നുണ്ടാകുന്ന ഇപ്പോൾ അറസ്റ്റ് അടക്കം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തത് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് ഒരു അല്പം കടന്നു ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പ്രതിപക്ഷത്തിന് കഴിയില്ലേ? അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ പറഞ്ഞത് പോലീസ് പല ഘട്ടങ്ങളിലും അതിരുവിട്ട നടപടികൾ ഇപ്പം മാത്രമല്ല, നേരത്തെ ഉണ്ടായിട്ടില്ലേ? PS സുബാലിനെ പുലർച്ചെ 4 മണിക്ക് IVF-ൻ്റെ സംസ്ഥാന പ്രസിഡന്റും MLA-യുമായിരിക്കുമ്പോൾ പുലർച്ചെ 4 മണിക്കാണ് വീട്ടിൻ്റെ അകത്ത് അടുക്കളയുടെ വാതിൽ ചവിട്ടി തുറന്നെത്തിയ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പത്രപ്രവർത്തകരായിട്ടന്ന്. ഇവിടെ പ്രതിപക്ഷ സംഘടനാ നേതാക്കളെ ആക്രമിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ആക്രമിച്ചത് മറ്റാരെങ്കിലും ആക്രമിച്ചതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. പക്ഷേ ഒരു ഓർമ്മയുണ്ടാകണം,
ഡീൻ കുര്യാക്കോസ് നോക്കി നിൽക്കുമ്പോഴാണ് അന്നത്തെ IVF-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കൃഷ്ണപ്രസാദിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണപ്രസാദും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള വനിത ബിന്ദുരാജും ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചു പ്രകടനത്തിന് നേരെ ഇതേ ആയുധങ്ങളുമായി അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്, ഡീനെന്ന് MP അല്ല, ഡീനെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഡീൻ്റെ സാന്നിധ്യത്തിൽ PMGയിൽ വളഞ്ഞിട്ടടിച്ച് എത്ര ക്രൂരമായ മർദ്ദനം ഉണ്ടായത്. പ്രകടനം നടത്താൻ പാടില്ലേ കേരളത്തിൽ? അന്ന് ഇത്ര പ്രയാസാർക്കും കണ്ടില്ല ഞാൻ. ബിന്ദുരാജിൻ്റെ സാരി വലിച്ച് കീറി, അക്ഷരാർത്ഥത്തിൽ സാരി പൂർണ്ണമായി വലിച്ചു കീറി. ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ. കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് അത് ശരിയാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത്തരം കാര്യങ്ങളിൽ നേരത്തെ ഈ നിലപാടെടുത്തവർ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറഞ്ഞത് ലീഗിന് പരോക്ഷമായിട്ടുമൊക്കെ ഒരു ക്ഷണിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു ചിന്തകളോ സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തിട്ടുമില്ല. പരിപാടിക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ വന്നാൽ മൈക്കിൽ നല്ല പ്രസംഗിച്ച് പോകാം. മുന്നണിയിലേക്ക് വിളിക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മുന്നണിയിൽ നടന്നിട്ടില്ല. കേരള കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ 3 സീറ്റ് ചോദിച്ചൊരു സാഹചര്യമുണ്ട്. CPI കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം ഒരു ഡിസിഷനിലേക്കും ചർച്ചകളിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം കഴിഞ്ഞ തവണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് മത്സരിക്കുമ്പോൾ ഒരു സീറ്റാണ് കേരളത്തിൽ ലഭ്യമായത്. പിന്നീട് കേരള കോൺഗ്രസ് മാണിയുടെ വരവോടുകൂടി കോട്ടയം സീറ്റിൽ തോമസ് ചാഴിക്കാടൻ കൂടി ഇങ്ങോട്ട് വന്നതോടുകൂടി 2 MP-മാരാണ് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലോകസഭയിലുള്ളത്. അതുമാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി വിപുലീകരണത്തിനേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി പോകുന്നത്. സീറ്റ് വിഭജനമൊന്നും ആരംഭിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ 1 മണിക്കൂർ പോലും വൈകാതെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും അതിനുള്ള കടമയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ഒരു സംശയവും വേണ്ട. എല്ലാം കൃത്യനേരത്ത് ഏറ്റവും കൃത്യമായ വിധത്തിൽ അളന്നും തൂക്കിയും തന്നെ ഞങ്ങൾ പരിഗണിക്കും. CPI വിജയപ്രതീക്ഷ ഇപ്പോൾ തൃശ്ശൂരിനപ്പുറത്തേക്ക് കൂടുതൽ ആ രീതിയിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന സ്ഥലം ഏതാണ്? CPI അല്ല, ഞങ്ങൾ 4 സീറ്റിൽ മത്സരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റിൽ മത്സരിക്കുന്നു. തോൽക്കാനായിട്ടൊരു സീറ്റിലും മത്സരിക്കുന്നില്ല. എല്ലാ സീറ്റിലും ജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അങ്ങനെ അനുഭവം നേരത്തെ ഉണ്ട്. ആളുകളുടെ ചിന്തകൾ മാറി വരുന്നതോടെ പുതിയ സാഹചര്യങ്ങളും പുതിയ സാധ്യതകളും വരുമല്ലേ. പുതിയ സീറ്റുകൾ ഒരിക്കലും ഇന്ന മുന്നണിക്ക് എന്ന വിധത്തിൽ കേരളത്തിൽ ഇനി സീറ്റുകളെ മാറ്റിവെക്കാൻ കഴിയില്ല. എല്ലാ കോട്ടകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു കയറും. അതിൻ്റെ ഭാഗമായി CPI മത്സരിക്കുന്ന 4 സീറ്റിലും നല്ല ഒരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത്. 4ഇടത്തും ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. എല്ലാ കോട്ടകളെന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്ത് ഏറ്റവും അവസാനം ജയിച്ച ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ജയം എന്ന് പറയുന്നത് അതിവിദൂര സാധ്യത പോലും ഇല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ അതിവിദൂരമായിട്ടൊന്നും തോന്നിയിട്ടില്ല. 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു. പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചതിന് ശേഷം KV സുരേന്ദ്രനാഥ് ഇവിടെ ജയിച്ചിട്ടുണ്ട്. KV സുരേന്ദ്രനാഥിന് ശേഷം PKV ഇവിടെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. PKV മത്സരിക്കുന്നതിന് മുമ്പുള്ള 2 ടേം ഞങ്ങൾ തോറ്റു എന്നുള്ളത് കൊണ്ട് ഇനി CPIക്ക് അതിവിദൂര സാധ്യതയുള്ളൂ എന്നതുപോലെ അന്നത്തെ അപർണമാർ പറഞ്ഞിട്ടുണ്ടാകും, രാജന്മാർ നിഷേധിച്ചിട്ടുണ്ടാകും. PKV ജയിച്ചു. PKVയെ തുടർന്ന് പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചു. ഇനി സ്ഥാനാർത്ഥി ആരാണെങ്കിലും അരിവാൾ ധാന്യക്കെതിരെ ജയിക്കാൻ പോകുന്നൊരു സീറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ളത്. CPIക്ക് പുതിയ നേതൃത്വം ഉള്ള സമയമാണ്. ഏത് രീതിയിലാണ് ഒരു പാർട്ടി വിഭാവനം ചെയ്യുന്നത്? ഇനി ഉള്ള ആ ഒരു കാഴ്ചപ്പാടടക്കം എങ്ങനെയാണ് പുതുതായിട്ട് വിഭാവനം? CPIക്ക് പുതിയ നേതൃത്വമൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കാനത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു നഷ്ടമാണ്. പക്ഷേ കാനൻ സഖാവ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് നയിച്ച അതേ നേതൃത്വ നിര തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ ആ ചുമതലകളിലിരിക്കുന്നത്. സഖാവ് ബിനോയ് വിശ്വം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യകതയില്ലാത്ത ദീർഘമായ കാലം കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിനിധിയുള്ള ബിനോയ് വിശ്വം ഇപ്പോൾ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം കാനൻ സെക്രട്ടറി ആയിരിക്കുമ്പോഴും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിലും കേരളത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നയാളാണ്. കേരളത്തിൽ മറ്റൊരു സെക്രട്ടറി ഉള്ളതുകൊണ്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ബിനോയ് വിശ്വത്തിന് കേരളത്തിലെ ചുമതലയോടൊപ്പം ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൻ്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും
ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് കേരളത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. അതുകൊണ്ട് CPI എടുക്കുന്ന നിലപാടുകളിലോ നയങ്ങളിലോ ഒരു സെക്രട്ടറി മാറ്റത്തോടെ നിലപാടുകൾ മാറില്ല. അത് CPI കൊണ്ടുവന്ന യഥാർത്ഥ നിലപാട് തന്നെ നല്ലതുപോലെ ആർജവത്തോടെ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന നിലയിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ശക്തമായി തന്നെ നിലനിൽക്കും. ആ പ്രവർത്തനം തുടരും. കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴും അതിലും ഉണ്ടായി അല്ലാത്ത പ്രസ്താവനകൾ. പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് K. ഇസ്മായിൽ പറയുക, കുറഞ്ഞ പക്ഷം ഈ രീതിയിൽ തുറന്നു പറയുക എന്നുള്ളത് പോലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രീതിയായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് KE നടത്തിയ പ്രസ്താവനയെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. KE നടത്തിയ പ്രസ്താവന വാക്കുകളിലും വരികളിലും പല വിധത്തിൽ നിറപ്പകിട്ടാകുന്നു എന്നല്ലാതെ എന്താണ് എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തുടർച്ച അവകാശത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചിരുന്ന 2 കേഡർമാരാണ് കാനൻ രാജേന്ദ്രനും ബിനോയ് വിശ്വവും. കാനൻ രാജേന്ദ്രൻ മാറിയതിന് ശേഷം പുതിയ സെക്രട്ടറി ആരാണ് എന്ന് നിശ്ചയിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന കൗൺസിലർ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാന കൗൺസിലിനെ ആ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സഹായിക്കേണ്ട ചുമതല പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലാണ്. ദേശീയ നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലും പൂർണ്ണമായ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടും അവരുടെ ഉപദേശത്തോടും കൂടി ഏകകണ്ഠമായിട്ടാണ് ഞങ്ങൾ ഈ കാര്യം തീരുമാനിച്ചത്. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശ്ശൂരിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതീക്ഷയല്ല, ചെറിയ പ്രചാരണങ്ങളല്ല നടത്തുന്നത്. വീണ്ടും അദ്ദേഹം ഗുരുവായൂരിലെത്തുകയും പിന്നെ തൃശ്ശൂർ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളെക്കുറിച്ച് മാറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരുമോ? ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇനിയും അടുപ്പമുള്ളവർ മക്കളെ കല്യാണം കഴിപ്പിച്ചാൽ വീണ്ടും വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമല്ല. കല്യാണത്തിന് വരുന്നതും ക്യാമ്പയിന് വരുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹുമാനായ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് എത്ര തവണയും കേരളത്തിൽ വരാനുള്ള അവകാശമുണ്ട്, തൃശ്ശൂരിൽ വരാനുള്ള അവകാശമുണ്ട്. പക്ഷെ തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ കണക്ക് എങ്ങനെ എടുത്ത് പരിശോധിച്ചാലും BJPക്ക് ഇത്തവണ ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. കേരളത്തിലെ രാഷ്ട്രീയം നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു BJPക്ക്, അതും ഇത്തവണ പൂട്ടി. അപ്പോൾ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താം, അതിന് പണം വാരികോരി ചൊരിയാവുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ വികാരമുണ്ട്. അവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെയാണ്. ആ മത്സരത്തിൽ ഒരു മണ്ഡലത്തിലെ ലോകസഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളും ജയിച്ച മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. സ്റ്റിൽ 7 MLA-മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, 7 പേരും. മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ആ നിയോജക മണ്ഡലത്തിലെ എല്ലാ നഗരസഭകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയപ്രതീക്ഷയിൽ ഒരു ചെറിയ പ്രശ്നം പോലും ഈ യാത്രകളൊന്നും വരുത്തുന്നില്ല. ക്യാമ്പയിൻ ഉണ്ടാകാം. പക്ഷേ ഞാൻ ആ ക്യാമ്പയിനെ കുറിച്ച് ചോദിക്കുന്നത്, BJP ഓരോ സംസ്ഥാനം പിടിക്കുമ്പോഴും മോദിയെ മുന്നിലിറക്കി സ്റ്റാർ ക്യാമ്പയിനറാക്കിയും, അതായത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് മോദിയെ മുന്നിൽ നിർത്തി അത് പിടിക്കുക എന്നുള്ള ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്തിയിരുന്നില്ലേ കേരളത്തിൽ? വേറെ വഴിക്കാണോ പോയത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ലല്ലോ, BJPയുടെ സമുന്നതനായ നേതാവല്ലേ. അത് ഇപ്പോൾ മുതലല്ല കേരളത്തിൽ വന്നു തുടങ്ങിയത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലല്ല അദ്ദേഹം ആദ്യമായി വരുന്നത്, എത്രയോ തവണയായി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊരു ടീമാകെ കേരളത്തിൽ വരട്ടെ. വരുമ്പോൾ വല്ലതുമൊക്കെ തന്നു പോകണം. കേരളത്തിന് തരാനുള്ള 1,632 ഞങ്ങളുടെ അവകാശം, നമ്മുടെ അവകാശം കേരളത്തിൽ തരണം. ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, തരണം. അതാണ് കേരളത്തിൻ്റെ ആവശ്യം. തൃശ്ശൂരിലെ നേതാവായതുകൊണ്ടാണ് ഞാൻ അവസാന ചോദ്യം അങ്ങനെ തന്നെ ചോദിക്കുന്നത്. അതായത് അത്രയും അധികം ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വോട്ടാകില്ല എന്ന് തൃശ്ശൂരിലെ ജനങ്ങളെ അടുത്തറിയുന്ന നേതാവിന് അത്ര ഉറപ്പുണ്ട് അല്ലേ? ഞാൻ മറ്റൊന്നും കൊണ്ടും പറയല്ല. തൃശ്ശൂരിലെ ലോകസഭ സീറ്റിലെ വോട്ടർമാരുടെ എണ്ണം പറഞ്ഞേക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 14,72,000 ആളുകളാണ് പാർലമെൻറ്റിലെ വോട്ടർമാർ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായ ആളുകൾ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ വന്നു. നല്ലത്, അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹം പറഞ്ഞത് കേട്ടു, അവർക്കെടുക്കാനുള്ളത് അവർ എടുത്തു, പോകാനുള്ളവർ പോയി. അങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുന്നണി ജയിക്കും എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ
അത് തൃശ്ശൂരിലെ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിനോടുള്ളൊരു പരസ്യമായ വെല്ലുവിളിയാകില്ലേ? 14 ലക്ഷത്തിലേറെ വോട്ടുകളുള്ള തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമ്മുടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൻ്റെയും അതിൻ്റെ അറ്റത്തുള്ള ഒരു കൊച്ചു മൈതാനത്തും കൂടിച്ചേർന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണാൻ വന്ന വിവിധ രാഷ്ട്രീയ തരത്തിലുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ 14 ലക്ഷത്തിലെ മഹാഭൂരിപക്ഷവും അവിടെ തന്നെ വോട്ട് ചെയ്യും എന്ന് ധരിച്ചു വെച്ചാൽ നമ്മളും തെറ്റായ വഴികളിലൂടെയാകും പോവുക. ഒരു രാഷ്ട്രീയത്തിനൊരു നിരീക്ഷണം ഉണ്ടാകുമല്ലോ. ആ നിരീക്ഷണത്തിൽ ഈ ആൾക്കൂട്ടം ഒരു നിരീക്ഷണ ഉപാധിയേ അല്ല. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എവിടെയാണ് ആൾക്കൂട്ടം ഇല്ലാതിരുന്നത്? ഇപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞാൽ പിന്നെ നേരം പോകുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ കേവലം എണ്ണം നോക്കിയിട്ടാണോ ആളുകൾ ജയിച്ചത്? അങ്ങനെയൊക്കെ നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എവിടെയെങ്കിലും പരാജയം ഉണ്ടാകുമോ? ആൾക്കൂട്ടത്തിൻ്റെയും സംഘാടനത്തിൻ്റെയും കഴിവുകൊണ്ടാണെങ്കിൽ. അപ്പോൾ അതൊന്നും ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഒന്നല്ല. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വരുന്നു, ഒരു പൊതുയോഗം നടത്തുന്നു. കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകളിലും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ വരുന്നു. നാട്ടിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ വരുന്നു. വ്യത്യസ്തമായ മുന്നണിയിൽപ്പെട്ടവരും അദ്ദേഹത്തെ കാണണമെന്ന് തോന്നിയാൽ ആ കൗതുകം കൂടി കാണാൻ വേണ്ടി നേരിട്ട് വരുന്നു. അതെല്ലാം വോട്ടാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് വലിയ അപകടത്തിലേക്കാവും നമ്മളെത്തിക്കുക. ആ വിധത്തിലുള്ള ഒരാൾക്കൂട്ടത്തിൻ്റെ പേടിയേ ഞങ്ങൾക്കില്ല. ഏതായാലും ഉറ്റുനോക്കുന്നത് തൃശ്ശൂരിലേക്ക് കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. ഏതായാലും ആ പ്രതീക്ഷയും കാഴ്ചപ്പാടും ഇടതുമുന്നണിക്ക് കൂടി മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. വളരെയധികം നന്ദി. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ഞങ്ങൾക്കില്ല. തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള വലിയ മുതൽക്കൂട്ടായിരിക്കും. കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ നടന്ന സമുജ്വലമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തൃശ്ശൂർ കാണുകയല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് പുത്തൂരിൽ വരാൻ പോകുന്നു. എത്രയോ കാലമായി നമ്മുടെ ആഗ്രഹമായിട്ടുള്ള ഗുരുവായൂരിലെ മേൽപ്പാലം തൃശ്ശൂരിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ തൃശ്ശൂർ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പഴയ തൃശ്ശൂർ അല്ല ഗഡി, തൃശ്ശൂരിങ്ങ് മാറി എന്ന് പറയും. ആ മാറ്റത്തിലേക്ക് കൊണ്ടുപോയ മുന്നണിക്ക് ജനങ്ങൾ എല്ലാ വിധത്തിലും പിന്തുണ നൽകും. ഇത്രയും നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. തീർച്ചയായും.